പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ഉച്ച കഴിഞ്ഞത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്ലൂസിന് 12 മണി വരെയാണ് സ്കൂളുള്ളത്. അപ്പോൾ ആൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറക്കമായേ. അപ്പോൾ അവന് ചോറല്ല ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പം ചെറിയ വാശിയൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ഉറക്കം വന്നിട്ടാണ് ചെറിയ വാശിയൊക്കെ. ഉറക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, വെറുതെ എന്നെ ഞോണ്ടി ഇരിക്കും, എന്നിട്ട് കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയി പിടിച്ച് കിടത്തി ഉറക്കിയിട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കമായി. നല്ല മഴയുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. ആ തോർന്ന് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ബാൽക്കണി തുറന്നിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ തുണികൾ ഇന്നലെ വിരിച്ചിട്ടത് അങ്ങനെ കിടക്കുകയാണ്, ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഇത് ഉണങ്ങിയിട്ട് വേണം മെഷീനിൽ നനച്ചിട്ടിരിക്കുന്ന ബാക്കി തുണികൾ എനിക്കൊന്ന് വിരിച്ചിടാനായിട്ട്. അപ്പോൾ ചെറിയ തോർച്ച കണ്ടപ്പം ബാൽക്കണി തുറന്നിട്ടു. മഴയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി നമുക്ക് തുറന്നിടാൻ പറ്റില്ലേ, അത് മുഴുവൻ എറിച്ചിലടിച്ച് അകത്തേക്ക് വെള്ളം കയറും. അതുകൊണ്ട് തോർച്ച കണ്ടപ്പം തുറന്നിട്ടതാണ്. ഇനി നമുക്കൊന്ന് അടിച്ച് വാരി തുടച്ചിടാം. അവിടെ ഇവിടെയൊക്കെ അതും ഇതൊക്കെ ഒന്ന് വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് പിറക്കി ഒതുക്കി വെക്കണം. പിന്നെ അമ്മൂസും അന്നമോളും 3 മണിയാകുമ്പോഴേക്കാണ് തിരിച്ചെത്തുക സ്കൂൾ കഴിഞ്ഞ്. അപ്പോഴേക്കും നമ്മളുടെ പണികളൊക്കെ കഴിച്ചിരുന്നാലേ അവർ വന്നു കഴിഞ്ഞ് എനിക്ക് പിന്നെ അവരെ പഠിപ്പിക്കാൻ ഇരുത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ടെസ്റ്റ് പേപ്പർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. എക്സാം നമുക്ക് ക്ലാസ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് PT1 നമുക്ക് അടുത്ത മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണിപ്പം. അപ്പോൾ ഞാൻ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കുള്ള പണിയെന്ന് പറഞ്ഞാൽ തുണികളൊന്ന് മടക്കി വെക്കണം. ഇപ്പോൾ ആ തുണികളൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് തിരക്കി വെക്കണം. അപ്പോഴേക്ക് നമ്മളുടെ അമ്മമ്മോളും അന്നമോളും വന്നിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോഴേക്ക് തുണികളൊക്കെ ഏകദേശം ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമുക്കതങ്ങ് മടക്കി വയ്ക്കാം. ഞാൻ പിന്നെ അമ്മൂസിനോടും അന്നമ്മോളോടും പറഞ്ഞു കൈയും കാലും കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കാൻ. അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്താ തുണി മടക്കാനായിട്ട് വന്നേ. അപ്പോൾ തുണി മടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഒരുമിച്ച് എല്ലാ തുണികളും കൂടി എടുത്തിട്ട് പോയി കട്ടിലേലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ കൊണ്ടിട്ടിട്ട് അവിടെ വെച്ച് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്കങ്ങ് മടി തോന്നിയിട്ട് ആ തുണി അവിടെ കിടക്കും. 1-2 ദിവസം ചിലപ്പം ആ തുണി അവിടെ കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ രീതി വേണ്ട, നമുക്ക് ഉണങ്ങിയ തുണി പെറുക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ അങ്ങോട്ട് മടക്കിയെടുക്കുക. അപ്പോൾ മടക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്തങ്ങ് മടക്കും. അതായത് ഓരോരുത്തരുടെ തുണിയും സെപ്പറേറ്റ് ചെയ്ത് മടക്കും. അതാകുമ്പോൾ നമുക്ക് പിന്നെ അലമാര കയറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് മടക്കി എടുത്തുകൊണ്ട് പോയി വീണ്ടും ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും എടുത്ത് അലമാരയിൽ വയ്ക്കുമ്പം വീണ്ടും മടിയാകും. പിന്നെ വീണ്ടും ആ തുണികൾ അവിടെ ഇരിക്കും. അതിൽ നല്ലത് ഈ മടക്കണ സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് മടി കൂടാണ്ട് ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് അലമാരിക്കകത്ത് വെക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഓരോരോ കാര്യങ്ങളല്ലേ, എന്ത് പറയാനാ. അപ്പോൾ തുണികളൊക്കെ ഇങ്ങനെ മടക്കുന്നുണ്ടായി. ആ സമയത്ത് അമ്മൂസിൻ്റെയും അന്നമോളുടെയും സൗണ്ട് കേട്ട് അപ്പം തന്നെ അല്ലൂസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ തുണിയൊക്കെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൊണ്ടൊന്ന് അലമാരയുടെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ അതെല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് മെഷീനുള്ളിൽ കിടന്ന തുണികളൊക്കെ എടുത്ത് ഞാൻ വിരിച്ചിട്ടിട്ടോ. അപ്പോൾ ഇത്രയും തുണി വിരിച്ചപ്പോഴത്തേന് ഈ മെഷീൻ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തുണികൾ കൊണ്ടുവന്ന് അപ്പുറത്ത് വിരിക്കുകയും കൂടെ വേണം. ഇത്രയും തുണികൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ യൂണിഫോമും കാര്യങ്ങളും, പിന്നെ അല്ലൂസ് ഒരു ദിവസം 3-4 ഡ്രസ്സാണ് മാറുന്നത്. ഇതെല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തുണികൾ നമുക്ക് വരുന്നത്. ഞാൻ തുണികളെല്ലാം വിരിച്ചിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴേക്ക് മഴ ചാറി തുടങ്ങിയേ. പെട്ടെന്ന് കോള് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പെയ്തു വന്നു. ഞാൻ പിന്നെ പോയി ബാൽക്കണി അങ്ങ് അടച്ചു. ബാൽക്കണി അടച്ചിട്ടില്ലെങ്കിൽ മഴ ചാറി ചാറ്റൽ മുഴുവനും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കും. അല്ലൂസ് അപ്പം മഴ പെയ്യുന്ന സൗണ്ട് കേട്ടപ്പോഴേക്ക് ചേച്ചിമാരുടെ അടുത്തുനിന്ന് എണീറ്റ് വന്നിട്ട് ബാൽക്കണി ഓപ്പൺ ചെയ്ത് കൊടുക്കാനാട്ടോ ഈ പറയുന്നത്. എൻ്റെ ഗ്ലാസ് ഞാനങ്ങ് അടച്ചിട്ടേക്കാണല്ലോ. അത് അവൻ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ആദ്യം പറ്റിയില്ല. പിന്നെ ആൾ ഭയങ്കര പരിശ്രമിച്ച് പണിപ്പെട്ട് തന്നെ അത് തുറന്നു. ആൾക്ക് ഇങ്ങനെ കൈയിട്ട് വെളിയിലോട്ട് നിന്ന് കളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മേലെ വലിഞ്ഞു കയറിയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കണം. ഇതാണ് മഴ പെയ്താൽ അവനിഷ്ടം. ഇപ്പം അധികം കാറ്റില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. കാറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണി തുറന്ന് അവിടെ നിൽക്കാനേ പറ്റില്ല, ഉള്ളിലേക്ക് മുഴുവൻ വെള്ളം അടിച്ചു കയറും. അപ്പോൾ ഞാൻ ഇവിടെയാണ്, നമുക്ക് 2 ബാൽക്കണിയാണുള്ളത്.
ഒന്ന് ബെഡ്റൂമിലും ഒന്ന് ഹോളിലുമാണുള്ളത്. അപ്പം ഇപ്പം അപ്പുറത്തെ ഹോളിൽ കൊണ്ടുപോയി തുണി വെച്ചേക്കുന്നതിൽ കൂടുതൽ തുണി ഇട്ടേക്കുന്നതിൻ്റെ കാരണം അവിടെ നമുക്ക് ഫാനുണ്ട്. അഥവാ തുണികൾ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഫാൻ ഇട്ട് ഉണക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കൂടുതൽ തുണികളും അവിടെ ആ സ്റ്റാൻഡിൽ വിരിച്ചിട്ടേക്കുന്നത്. ഇപ്പം ഇവിടെ ഇത്രയും തുണികൾ വിരിച്ചുള്ളൂ. അപ്പോഴേക്ക് നമ്മളുടെ തുണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡ് ഇതായതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലാണ് അല്ലൂസിൻ്റെ തുണികളൊക്കെ നമ്മൾ വിരിച്ചിടുക. ചെറിയ ചെറിയ നിക്കറൊക്കെ അല്ലേ അവൻ്റെ, അതൊക്കെ അവിടെയാണ് വിരിച്ചിടുക. അപ്പോഴേക്ക് ഇതേ അന്നമോളും ഊണ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അല്ലൂസ് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് മഴയത്ത് കളിക്കാനായിട്ട് അന്നമോളെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്ത് നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ മഴയത്ത് കളിക്കാനോ. നമ്മുടെ നാട്ടിലെ പോലെ വെളിയിലിറങ്ങിയൊന്നും കളിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ നല്ല കുറേ മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്ത് കഴിയുമ്പം ഇടയ്ക്ക് ഇതുപോലെ കൊണ്ടുപോയി ഒന്ന് മഴ നനയിക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഒന്നിൽ ടെറസിൽ പോയി അല്ലെ താഴെ പോയിട്ട് ഞങ്ങൾ ഒന്ന് മഴ നനയിപ്പിക്കാറുണ്ട് മക്കളെ. ഞങ്ങൾക്ക് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മഴയത്ത് കളിക്കുക എന്നുള്ളത്. മഴ നനഞ്ഞ് നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പം പനി വന്നു കഴിഞ്ഞാൽ ഒരാൾക്കല്ലല്ലോ, എല്ലാവർക്കും വാല പനി വരുമല്ലേ. അതാണ് ഏറ്റവും വലിയ പേടി. പണ്ടൊന്നും നമുക്കങ്ങനെ പേടിക്കേണ്ട, എന്തോരം മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ. ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.